എൻ്റെ തായ്ലൻഡ് യാത്രയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആയിരുന്നു ഫുക്കറ്റ്. ഫുക്കറ്റ് എന്തുകൊണ്ട് ഇഷ്ടമായെന്ന് ചോദിച്ചാൽ അവിടുത്തെ ബീച്ചും അതുപോലെ തന്നെ പല ഐലൻഡ് ടൂറുകളും എല്ലാം നമുക്ക് വീണ്ടും ഒന്നും കൂടെ പോകണമെന്ന് തോന്നുന്ന രീതിയിലുള്ളതായിരുന്നു. ഐലൻഡ് ടൂറിൽ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഫി ഐലൻഡ് സ്പീഡ് ബോട്ടായിരുന്നു. അവിടെ പല രീതിയിലുള്ള ബോട്ട് ടൂറുകൾ അവൈലബിൾ ആണ്. ഞങ്ങൾ സ്പീഡ് ബോട്ട് എന്താണ് എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഐലൻഡ് ടൂറുകളിൽ പല പല സ്പോട്ടുകൾ ഇവർ ക്ലബ് ചെയ്തിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അതിൽ തന്നെ മായാബേ എന്ന് പറഞ്ഞ സ്പോട്ട് നമ്മൾ സ്പീഡ് ബോട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളത് ചൂസ് ചെയ്തത്. അപ്പോൾ രാവിലെ തന്നെ ഒരു 7 മണിയായപ്പം നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. ഞങ്ങൾ അവിടുന്ന് നേരെ ഹാർബറിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്നും ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഹാർബറിലേക്ക്. ഫെറി പോയിന്റിൽ ഞങ്ങൾ ഏകദേശം കറക്റ്റ് ടൈമിൽ തന്നെ ചെന്നു. അവിടെ നമ്മുടെ ബുക്കിംഗ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം അവർ നമുക്കൊരു ചെറിയൊരു കോമൺ ബ്രീഫിങ് തന്നു ഈ ടൂറിൻ്റേത്. അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഏതൊക്കെ ഐലൻഡുകളാണ് വിസിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ഈ ടൂറിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു ബ്രീഫിംഗ് ആയിരുന്നു. ഞങ്ങളൊരു ഷെയർഡ് ബോട്ടായിരുന്നു എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടാതെ വേറെ ടൂറിസ്റ്റുകളും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തായിരുന്നു പോകുന്നത്. അങ്ങനെ നമ്മുടെ ഐലൻഡ് ടൂറിൻ്റെ ഹൈലൈറ്റ് സ്പോട്ടായ മായാബേയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ ലോക്കൽ ഗൈഡുമുണ്ട്. നമ്മൾ ടിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ പാർക്ക് ഫീ ഒക്കെ നേരത്തെ എടുത്തിരുന്നതുകൊണ്ട് നമുക്കിവിടെ സെപ്പറേറ്റ് ഫീസോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കുമ്പോൾ തന്നെ അവർ ടൂറിസ്റ്റുകളെ വെൽക്കമിങ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. പക്ഷെ അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അത് സൂക്ഷിക്കുന്നുണ്ട്. ഇയർലി നമുക്ക് ഈ മായാബേ അവരൊരു 1 മന്ത് അല്ല 2 മന്ത് ക്ലോസ് ചെയ്യും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ക്രൗഡ് അത്രയും കുറയ്ക്കാൻ വേണ്ടിയാണ്. നമുക്കിവിടെ ബേബി ഷാർക്കിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൺസർവേഷന് വേണ്ടിയാണ് ഇത് ആ ഒരു 2 മന്ത് ക്ലോസ് ചെയ്തിടുന്നത്. പിന്നെ നമുക്കിവിടെ ടൂറിസ്റ്റുകൾക്കുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവർ ഗവൺമെൻറ് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് ചെറിയ ടീ ഷോപ്പുകൾ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക് ഷോപ്പുകൾ അതുപോലെ തന്നെ ഡ്രസ് ചേഞ്ചിങ് ഫെസിലിറ്റീസ് അങ്ങനെയെല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. മായാബേയിൽ ഏകദേശം ഒരു 30 മിനിറ്റാണ് നമുക്ക് സമയം ചിലവഴിക്കാൻ കിട്ടിയത്. നമ്മുടെ ഒരു ക്ലബ് ചെയ്തിട്ടുള്ള ഐലൻഡ് ടൂർ ആയതുകൊണ്ട് മറ്റ് സ്പോട്ടുകൾ വിസിറ്റ് ചെയ്യാനും അതുപോലെ പല ആക്ടിവിറ്റീസ് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മായാബേക്ക് ശേഷം നേരെ പോയത് ഫീ ലഗൂണിലേക്കാണ്. ഇതൊരു സ്നോർക്കലിംഗ് പോയിൻ്റാണ്. ഫിഫി ഐലൻഡ് ടൂറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്നോർക്കലിംഗ് പോയിൻറ്റും കൂടിയാണിത്. ഇവിടെ നമുക്ക് പല ബോട്ടുകൾ കാണാൻ പറ്റും. സ്പീഡ് ബോട്ടുകളും ലോങ് ടെയിൽ ബോട്ടുകളിലൊക്കെ ടൂറിസ്റ്റുകൾ വന്ന് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഇഷ്ടംപോലെ കോറൽസും അതുപോലെ തന്നെ ഫിഷിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. നീന്തൽ അറിയില്ലെങ്കിൽ കൂടെ ലൈഫ് ജാക്കറ്റ് ഉള്ളത് കൊണ്ട് ഈ ബോട്ടിലെ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങളും സ്നോർക്കലിംഗ് ചെയ്തു. ഇഷ്ടംപോലെ കോറൽസും അതുപോലെ തന്നെ ഫിഷിനെയും ഒക്കെ നമുക്ക് പല വെറൈറ്റിയിലുള്ളത് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
സ്നോർക്കലിങ്ങിനും വൈക്കിംഗ് കേവ് വിസിറ്റിനും ശേഷം ലഞ്ചൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ മങ്കി ബേയിലേക്കാണ്. ഇവിടെയാണ് നമുക്ക് മങ്കീസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ഫേമസ് സ്പോട്ടാണ്. നമ്മൾ വീഡിയോസൊക്കെ കുറേ കാണുമ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിൻ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗൈഡ് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫുഡോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മങ്കീസിനെ ഫീഡ് ചെയ്യരുത്.